ശമ്പള കമ്മീഷന് പിന്നാലെ അടുത്ത നീക്കവുമായി സർക്കാർ. ശനിയാഴ്ച അവധി നൽകുന്നത് ആലോചിക്കാൻ ചീഫ് സെക്രട്ടറി ഇന്ന് യോഗം വിളിച്ചു. 5 പ്രവൃത്തി ദിനങ്ങളിൽ പ്രവൃത്തി സമയം കൂട്ടിയായിരിക്കും ശനിയാഴ്ച അവധി നൽകുക. പ്രശാന്ത് കൃഷ്ണ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പ്രശാന്ത്. അങ്ങനെ മറ്റൊരു നീക്കവും കൂടി സർക്കാർ നടത്തുകയാണ്, പ്രവൃത്തി ദിനങ്ങൾ 5 ആക്കുക. അങ്ങനെയെങ്കിൽ മറ്റ് പ്രവൃത്തി ദിവസങ്ങളിലെ ജോലി സമയം കൂട്ടിയായിരിക്കുമോ ഇത് പരിഗണിക്കുക? എങ്ങനെയായിരിക്കും ഇതിന്റെ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ഒക്കെ ഉയർന്നു വരിക? ഗുഡ് മോർണിംഗ്. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഏത് വിധേയനെ ഏതെല്ലാം വിഭാഗങ്ങളുടെ വോട്ട് ഉറപ്പിക്കാമെന്ന വലിയ ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സർക്കാർ ജീവനക്കാരുടെ വോട്ട് ഉറപ്പിക്കാൻ അവരുടെയും കുടുംബങ്ങളുടെ എല്ലാം പിന്തുണ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശമ്പള പരിഷ്കാര കമ്മീഷന്റെ ബജറ്റ് പ്രഖ്യാപിച്ചത്. DA കുടിശ്ശിക, ആനുകൂല്യം, അപ്പോൾ അങ്ങനെ ഉള്ള നടപടികളൊക്കെ സ്വീകരിച്ചത്, പിന്നെ ഉറപ്പുള്ള പെൻഷൻ. അപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ ഈ മാസം ഒരു ദിവസം, ഒരാഴ്ചയിൽ 6 ദിവസമാണ് പ്രവൃത്തി ദിനമുള്ളത്, സെക്കൻഡ് സാറ്റർഡേ അല്ലാത്ത ആഴ്ചകളിൽ. അത് പ്രവൃത്തി ദിനം 5, അത് കേന്ദ്ര സർക്കാരിൻ്റെ രീതിയിൽ തന്നെ 5 എന്ന രീതിയിലാക്കാൻ വേണ്ടിയുള്ള ആലോചന സജീവമാക്കി. ഇതിൻ്റെ ഭാഗമായുള്ള നിർണായകമായൊരു യോഗം ഇന്ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രാവിലെ ഓൺലൈനായി നടക്കും. സർവീസ് സംഘടനാ പ്രതിനിധികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപും ഈ നീക്കം സജീവമായിരുന്നതാണ്. ഇത് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ഒരു നിർദ്ദേശമാണ്. ഈ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ആക്കണം എന്നുള്ളത്. അപ്പോൾ ജീവനക്കാരൊക്കെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. ആഴ്ചയിൽ 2 ദിവസം ശനി ഞായർ അവധി കിട്ടും. ഇപ്പോൾ തന്നെ സെക്കൻഡ് സാറ്റർഡേ ഇല്ല. പക്ഷേ അവർക്ക് വലിയൊരു ആശങ്ക അവർ ഉയർത്തുന്നുണ്ട്. ഇത് സർക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ഒരു വർഷം 52 ശനിയാഴ്ചയുണ്ട്. അതിൽ സെക്കൻഡ് സാറ്റർഡേ 12 എണ്ണം ഒഴിവാക്കി കഴിഞ്ഞാൽ 40 ശനിയാഴ്ച ഉണ്ട്. ഈ 40 ശനിയാഴ്ച ഒഴിവാകുമ്പോൾ സർക്കാരിന് ജോലി ക്രമീകരിക്കേണ്ടി വരും. അതായത് ഒരു ദിവസത്തെ ജോലി ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് 10:15 തുടങ്ങി വൈകിട്ട് 5:15 അവസാനിക്കുന്നതാണെങ്കിൽ അത് രാവിലെ 45 മിനിറ്റ് പിന്നോട്ടാക്കും. അതായത് 9:30 തുടങ്ങി വൈകിട്ട് 5:15 എന്നുള്ളത് 5:30 ആക്കും. ഇങ്ങനെ വരുമ്പോൾ തന്നെ ഈ സമയം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ 20 ദിവസം അധികമായി വരും. ഇതിന് പുറമെ ഇവരുടെ ക്യാഷ്വൽ ലീവ് 5 എണ്ണം, ഒരു വർഷമുള്ളതിൽ 5 ക്യാഷ്വൽ ലീവും പിന്നെ ഏൺഡ് ലീവ്, ആർജിത അവധി 3 എണ്ണവും, ഇതും കുറയ്ക്കേണ്ടി വരും. അങ്ങനെ കുറയ്ക്കുന്ന ഒരു ആലോചനയും പ്രപ്പോസലുമാണ് നിലവിൽ തന്നെ സർക്കാരിൻ്റെ പരിഗണനയിലുള്ളത്, പൊതുഭരണ വകുപ്പിൻ്റെ പരിഗണനയിലുള്ളത്. അങ്ങനെ വരുമ്പോൾ 40 ദിവസത്തെ, ഒരു വർഷം 40 ശനിയാഴ്ച ഒഴിവായി കിട്ടുമ്പോൾ പകരമായി 56 പ്രവൃത്തി ദിനങ്ങൾ അധികം അവർ ജോലി ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ പ്രതിപക്ഷ ജീവനക്കാരുടെ സംഘടനയെല്ലാം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ നിർദ്ദേശത്തോട് ഫലത്തിൽ ജീവനക്കാർക്ക് തന്നെ എതിർപ്പുണ്ട്. കാരണം ശനിയാഴ്ച ഞങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ ഈ 40 അവധി ദിനങ്ങൾക്ക് പകരമായി 56 എണ്ണം ജോലി ചെയ്യിക്കാനുള്ള ഒരു രീതിയാണ്, ഒരു ഒളിച്ചുകടത്താണ് സർക്കാർ അതിൽ നടത്തുന്നതെന്ന് പറയുന്നു. അങ്ങനെ നടത്തുമ്പോൾ തന്നെ പറയുമ്പോൾ സർക്കാരിന് ശനിയാഴ്ച അവധി നൽകി പ്രവൃത്തി ദിവസം 5 ആക്കി എന്നൊരു വലിയ ഒരു തീരുമാനം എടുത്തതായി പറയുകയും ചെയ്യാം. ഏതായാലും വലിയ എതിർപ്പ് ജീവനക്കാർക്കിടയിൽ തന്നെ ഈ ഏത് രീതിയിൽ ജോലി പുനഃക്രമീകരിക്കുമെന്ന വിഷയത്തിൽ തർക്കമുണ്ട്. ഇന്നിപ്പോൾ ഓൺലൈൻ യോഗം പറയുമ്പോഴും അത് ഒരു അവധിയിലേക്കാണ് നീങ്ങുന്നത് എങ്കിൽ അത് സന്തോഷമുള്ള കാര്യമായിരിക്കില്ലേ? അതുകൊണ്ട് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു എതിർപ്പ് വരാൻ സാധ്യതയുണ്ടോ? ഈ ഭരണാനുകൂല യൂണിയനുകൾ ഇതിനെയും അനുകൂലിക്കാനുള്ളൊരു സാധ്യതയല്ലേ കാണുന്നത്? ഇല്ല, അതിൽ അവർക്ക് എതിർപ്പുണ്ട്. കാരണം എതിർപ്പ് സ്വാഭാവികമാണ്. കാരണം ഏൺഡ് ലീവൊക്കെ അവർക്ക് ഇത് ശമ്പളം, അതായത് ലീവ് സറണ്ടർ ചെയ്ത് ശമ്പളം വാങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ലീവുകളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ശനിയാഴ്ച പകരം കിട്ടിയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒഴിവായി കിട്ടിയെന്ന് പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായി അത് ഗുണപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം എതിർപ്പുകൾ എന്തായാലും ഉണ്ടാകും. പിന്നെ ഈ നേരത്തെ ജോലി സമയത്തിന് എത്തണം, താമസിച്ച് പോകണം, വൈകി പോകണം എന്നൊക്കെ ഉള്ളതും, അതൊരു പക്ഷേ വൈകിട്ട് 5-15 മിനിറ്റ്, രാവിലെ 3/4 മണിക്കൂർ നേരത്തെ എന്നുള്ളതൊക്കെ എല്ലാ ജീവനക്കാർക്കും സ്വീകാര്യമാണോ? അല്ലെങ്കിൽ പൊതുവേ അതിനോട് യോജിപ്പ്, എങ്ങനെ ഒരു അഭിപ്രായ ഐക്യമൊക്കെ ഉണ്ടാക്കുക പ്രയാസമായിരിക്കും. അതുണ്ടാക്കിയാൽ പോലും ഈ അവരുടെ ഒരു വർഷം അവർക്കുള്ള ലീവിൽ കൈവച്ചുകൊണ്ടുള്ള ഒരു പരിഹാരം, അതായത് ഈ ആഴ്ചയിൽ 6 ദിവസം എന്നുള്ളത് 5 ദിവസമാക്കുമ്പോൾ അവർക്കുള്ള അവകാശം ലഭിച്ചിരിക്കുന്ന ലീവുകളിൽ കുറവ് വരുത്തുമ്പോൾ അതൊട്ടും അവർ സ്വീകരിക്കാനുള്ള സാധ്യതയില്ല. അതിനുള്ള എതിർപ്പ് പരസ്യമായി തന്നെ ഇത് സർക്കാരിൻ്റെ കൂർമ്മ ബുദ്ധിയാണ് എന്ന വിമർശനവുമായി NGO അസോസിയേഷനൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സർക്കാരിന് ഈ ഒരു തീരുമാനം കൂടി നടപ്പാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഈ യോഗം വിളിച്ചിരിക്കുന്നത്. കാരണം ഈ മാസം അവസാനം, അടുത്ത മാസം ആദ്യമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. അപ്പോൾ ഇത്തരം തീരുമാനങ്ങളും
ജീവനക്കാർക്കൊപ്പമാണ് എന്ന് സൂചിപ്പിക്കുന്ന നടപടികളൊക്കെ ഈ മാസം തന്നെ എടുത്തു തീർക്കേണ്ടി വരും എന്നതാണ് സർക്കാരിനെ സംബന്ധിച്ച വെല്ലുവിളി. ഏതായാലും ഭരണപരിഷ്കാര കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണിത്. അത് നടപ്പാക്കുന്നത് ഈ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചു DA കുടിശ്ശിക കൊടുത്തു തീർക്കും ഈ സാമ്പത്തിക വർഷം തന്നെ എന്നുള്ള പ്രപ്പോസലുകൾ അല്ലെങ്കിൽ ബജറ്റിൽ അത്തരം നിർദ്ദേശങ്ങൾ വന്നു. അപ്പോൾ അതിനു പിന്നാലെ ജീവനക്കാർക്ക് വേണ്ടി സർക്കാർ നിൽക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു അവസരത്തിൽ അടിയന്തരമായി ഈ വിഷയം പരിഗണിക്കുകയും ചെയ്തിരിക്കുന്നത്. മുൻപ് നടത്തിയിട്ടുള്ള യോഗങ്ങളുടെ ഒരു തുടർച്ച കൂടിയാണ്.